My dream is a doctor and a college lecturer. ഈ കുട്ടി പറയുന്നത് കേട്ടില്ലേ? വലിയ പരിചയമില്ലാത്ത എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ജീവിതത്തിൽ ഇതാവണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളമായിരിക്കും? ഒഡീഷയിലെ ഒരു ഉൾഗ്രാമത്തിലെ മലയാളികൾ നടത്തുന്ന ഒരു സ്കൂളിൽ നിന്നുള്ള ഒരു ചെറിയ കാഴ്ച മാത്രമാണിത്. ഇതുപോലുള്ള 100 കണക്കിന് കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ട് ഒരുപാട് അറിവ് കിട്ടുക എന്നുള്ളതല്ല, ഇനിയുള്ള കാലത്ത് കുട്ടികൾ പഠിക്കേണ്ടത് ആശയവിനിമയം നടത്താനും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നേടാനാണ് കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. എന്നാലേ നേടുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു തരത്തിലുള്ള കോൺഫിഡൻസും നൽകപ്പെടാതെ വളർന്നതാണ്. മറ്റു കുട്ടികളൊക്കെ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ സംശയിച്ചിരുന്നു ചെറുപ്പത്തിൽ. നീ ഇതാണ് നീ ചെയ്യേണ്ടതെന്ന് ചെറുപ്പത്തിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴേക്കും ഒരുപാട് സമയവും എഫേർട്ടും അതിനുവേണ്ടി ഇടേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെറുപ്പ പ്രായത്തിൽ തന്നെ കുട്ടികളെ കോൺഫിഡൻസ് ഉള്ളവരായിട്ട് വളർത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണെങ്കിലും വീട്ടിൻ്റെ പുറത്ത് ഔദ്യോഗിക കലാലയങ്ങളിൽ നിന്ന് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണെങ്കിലും കുട്ടികളെ കോൺഫിഡൻ്റ് ആക്കാനാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും തീരുമാനം എടുക്കാൻ കഴിയാതെ ഇവരിങ്ങനെ പകച്ചു നിൽക്കും. ഈ കുട്ടികളെയും അവരുടെ കോൺഫിഡൻസും കണ്ടപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ഓർത്തു എന്ന് മാത്രം. ശരിക്കും ഇവിടെയുള്ള അധ്യാപകരൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. അവരിത്രയും വിദൂര സ്ഥലത്ത് വന്ന്, നാട്ടിൽ നിന്ന് ഇത്രയും വിദൂര സ്ഥലത്തേക്ക് വന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥികളെ, ഒരു എഡ്യൂക്കേഷൻ പാരമ്പര്യം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തലമുറയായിരിക്കും ഭാവി ഇന്ത്യയെ നയിക്കുന്നത്. വളർന്നു വരുന്ന കുട്ടികളുടെ പാരൻസിന് അയച്ചു കൊടുത്തോളൂ.